ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ ചതുഷ്ഷഷ്ടീതമ സർഗഃ. സമുദ്രലംഘന മന്ത്രണം. ആഖ്യാതാഗ്രദ്രരാജേന സമുൽപത്യ പ്ലവംഗമാഃ സംഗമ്യ പ്രീതി സംയുക്ത വിനേദു സിംഹവിക്രമാഃ സംവാദേർവചനം ശ്രുത്വാ ഹരയോ രാവണക്ഷയം ഹൃഷ്ടാസാഗരമാജഗ്മു സീതാദർശനകാംക്ഷിണഃ അഭിക്രമ്യദുതം ദേശം ദദുശൂർഭീമവിക്രമാഃ കൃഷ്ണം ലോകസ്യ മഹദാ പ്രതിബിംബമിവ സ്ഥിതം ദക്ഷിണസ്യ സമുദ്രസ്യ സമാസാദ്യോത്തരാം ദിശം സന്നിവേശം തതശ്ചക്രു സഹിതാ വാനരോത്തമാഃ സത്വേർമഹഭിർവികൃതേ ക്രീഡർഭിർവിവിധൈർജലേ വ്യാത്താസേഷു മഹാകായൈർഹൂർമിഭിശ്ച സമാകുലം പ്രസുപ്തം ഇവ ചാന്യത്ര ക്രീഡന്തമിവ ചാന്യതഃ ക്വചിത് പർവതമാത്രൈശ്ച ജലരാശിഭിരാവൃതം സങ്കുലം ദാനവേന്ദ്രൈശ്ച പാതാളതലവാസിഭിഃ രോമഹർഷകരം ദൃഷ്ട്വാ വിഷേദൂകവികുഞ്ചരാः ആകാശമിവ ദുഷ്പാരം സാഗരം പ്രേക്ഷ്യ വാനരാः വിഷേദു സഹസാ സർവേ കഥം കാര്യമിതി ബ്രുവൻ വിഷണ്ണാം വാഹിനീം ദൃഷ്ട്വാ സാഗരസ്യ നിരീക്ഷണാത് ആശ്വാസയാമാസ ഹരീൻ ഭയാർത്താൻ ഹരിതത്തമഃ താൻ വിഷാദേന മഹദാ വിഷണ്ണാൻ വാനരർഷഭാൻ ഉവാച മതിമാൻ കാലേ വാലിസൂനുർമഹാബലഃ ന വിഷാദേ മനഃകാര്യം വിഷാദോ ദോഷവത്തമഃ വിഷാദോ ഹന്തി പുരുഷം ബാലം ക്രുദ്ധ ഇവോരഗഃ യോ വിഷാദം പ്രസഹദേ വിക്രമേ പര്യുപസ്ഥിതേ തേജസാ തസ്യ ഹീനസ്യ പുരുഷാർത്ഥോ ന സിദ്ധ്യതി ഇതി ബ്രുവതി തസ്മിൻസ്തു വാലിപുത്രേ മഹാമതൗ ആദിത്യോസ്തം ഗതസ്തത്ര രജനീ ചാഭ്യവർത്തത തസ്യാം രാത്ര്യാം വ്യതീതായാം അംഗദോ വാനരൈഃ സഹ ഹരിവൃദ്ധൈ സമാഗമ്യ പുനർമന്ത്രമമന്ത്രയത് സ വാനരാണാം ദ്വിജിനീ പരിവാര്യാംഗദം ബഭോ വാസവം പരിവാര്യേവ മരുതാം വാഹിനീ സ്ഥിതാ കോന്യസ്താം വാനരീം സേനാം സട്ടസ്തംഭയിതും ഭവേത് അന്യത്ര വാലിതനയാത് അന്യത്ര ജഹനൂമതാ തതസ്ഥാൻ ഹരിവൃദ്ധം സ്യാതച്ച സൈന്യമരിന്ദമഃ അനുമാന്യാംഗത ശ്രീമാൻ വാക്യമർത്ഥവദബ്രവീത് ക ഇദാനീം മഹാതേജാലങ്കയിഷ്യതി സാഗരം കഃ കരിഷ്യതി സുഗ്രീവം സത്യസന്ധമരിന്ദമം ഓ വീരോ യോജനശതം ലങ്കയേശ്ച പ്ലവംഗമാഃ ഇമാംശ്ച യൂതവാൻ സർവാൻ മോഷയേത് കോ മഹാഭയാത് കസ്യ പ്രഭാവാദാരാംശ്ച പുത്രാംശൈവ ഗ്രഹാണി ച ഇതോ നിവൃത്താ പശ്യേമ സിദ്ധാർത്ഥ സുഖിനോ വയം കസ്യ പ്രസാദാത് രാമം ച ലക്ഷ്മണം ച മഹാബലം അഭിഗച്ഛേമ സംഹൃഷ്ട സുഗ്രീവം ച മഹാബലം യദി കശ്ചിത് സമർത്ഥോ വ സാഗരപ്ലവനേ ഹരിഃ സ ദത്വാതിഹ നഃ ശീഘ്രം പുണ്യാമഭയദക്ഷിണാം അംഗദസ്യ വചഃ ശ്രുത്വാ ന കശ്ചിത് കിഞ്ചിദബ്രവീത് സ്ഥിമിദേവാഭവൽ സർവാ തത്ര സാ ഹരിവാഹിനി പുനരേവാംഗദപ്രാഹ താൻ ഹരീൻ ഹരിസത്തമഃ സർവേ ബലവതാം ശ്രേഷ്ഠാ ഭവന്തോ ദൃഢവിക്രമാഃ വ്യപദേശകുലേ ജാതാഃ പൂജിതാംശ്ചാപ്യഭീഷ്ണശഃ നഹി വോ ഗമനേ സംഗാ കദാചിത് കസ്യചിത് ക്വചിത് ബ്രുവദ്വം യസ്യ ശക്തി പ്ലവനേ പ്ലവകർഷഭാഃ നഹി വോ ഗമനേ സംഗാ കദാചിത് കസ്യചിത് ക്വചിത് ബ്രുവദ്വം യസ്യ ശക്തി പ്ലവനേ പ്ലവകർഷഭാഃ. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ സമുദ്രലംഘനമന്ത്രണം നാമ ചതുഷ്ഷഷ്ടീതമ സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 64-ാമത്തെ സർഗം സമുദ്ര ദർശനം.
ഗദ്രരാജൻ പറഞ്ഞത് കേട്ട് പ്രീതി പൂണ്ട സിംഹവിക്രമരായ മർക്കടന്മാർ ഒത്തൊരുമിച്ച് എടുത്തു ചാടി ആർത്തു വിളിച്ചു. സമ്പാദിയുടെ വാക്കുകേട്ട് വാനരന്മാർ സീതാദർശനകാംക്ഷികളായി രാവണ നിലയത്തിലേക്കുള്ള മാർഗമായ സാഗരത്തിലെത്തി. സമസ്ത ലോകത്തിൻ്റെയും പ്രതിബിംബം പോലെ നിലകൊള്ളുന്ന ആ ദേശം മഹാപരാക്രമികളായ വാനരന്മാർ ചെന്നു കണ്ടു. തെക്കേ കടലിൻ്റെ വടക്കേ കരയിലെത്തി മഹാബലരായ മർക്കടന്മാർ പാളയമടിച്ചു. ചിലയിടം ഉറങ്ങിയതുപോലെയും ചിലയിടം വിളയാടും പോലെയും ചിലയിടം മലയ്ക്കൊത്ത അലകൾ കൊണ്ട് നിറഞ്ഞതുപോലെയും പാതാളതലവാസികളായ ദാനവേന്ദ്രരാൽ തിങ്ങിയും രോമാഞ്ചകരമായ സാഗരം കണ്ടു. വാനരന്മാർ വിഷാദം പൂണ്ടു. ആകാശം പോലെ അതിരറ്റ അലയാഴി കണ്ട് കവികൾ കാര്യം എങ്ങനെ സാധിക്കും എന്ന് ഏവരും ചിന്തയിലാണ്ടു. കടൽ കണ്ട് പേടിയാണ്ട മർക്കടപ്പടയെ വാനരോത്തമൻ ആശ്വസിപ്പിച്ചു. മനം വിഷാദത്തിന് വിധേയമാക്കരുത്. വിഷാദം വലിയ ദോഷം ചെയ്യും. കോപമാണ്ട പാമ്പ് കുട്ടിയെ എന്ന പോലെ വിഷാദം മനുഷ്യനെ ഹനിക്കും. വിക്രമം വേണ്ട വേളയിൽ വിഷാദം ആരെ കീഴടക്കുന്നു, തേജോഹീനനായ അവന് പുരുഷാർത്ഥം ലഭിക്കുകയില്ല. ആ രാത്രി കഴിഞ്ഞ് അംഗദൻ വാനരന്മാരോടൊത്ത് വൃദ്ധ വാനരരുമായി മന്ത്രാലോചന നടത്തി. ആ വാനരസേന അംഗദനെ വാനവസേന വാസവനെ ചൂഴ്ന്നെന്ന പോലെ ശോഭിച്ചു. ബലിപുത്രനും ഹനുമാനും ഒഴിച്ച് മറ്റാർക്ക് ആ വാനരസേനയെ തടഞ്ഞു നിർത്താനാകും? വൃദ്ധവാനന്മാരെയും സേനയെയും മാനിച്ചുകൊണ്ട് ശ്രീമാനായ അംഗദൻ അർത്ഥയുക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു. മഹാ തേജസ്വിയായ ആരിപ്പോൾ കടൽ ചാടി കടന്നിടും? പരാക്രമിയായ സുഗ്രീവനെ ആരിന്ന് സത്യസന്ധനാക്കി ചെയ്യും? ഏത് വീരവാനരൻ 100 യോജന കടൽ താണ്ടും? ആരാണ് യോധവീരരെ മഹാഭയത്തിൽ നിന്നും മോചിപ്പിക്കുക? ആരുടെ അനുഗ്രഹത്താൽ നാം ഇവിടെ നിന്ന് കാര്യം നേടി മടങ്ങിച്ചെന്ന് ഭാര്യമാരെയും പുത്രന്മാരെയും വീടുകളും കണ്ട് സുഖികളായിട്ട് ഭവിക്കും? ആരുടെ കനിവിനാൽ നാം രാമനെയും മഹാബലനായ ലക്ഷ്മണനെയും വനചരനായ സുഗ്രീവനെയും സാമോദം ചെന്ന് കാണും? നിങ്ങളിൽ ആരെങ്കിലും കടൽ താണ്ടാൻ പോന്നവനുണ്ടെങ്കിൽ അവൻ വേഗം നമുക്ക് പുണ്യമായ അഭയദക്ഷിണ നൽകട്ടെ. അംഗദന്റെ വാക്ക് കേട്ടിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. ആ വാനരർ അപ്പാടെ സ്തംഭിച്ചതുപോലെയായി. വീണ്ടും ഹരിസത്തമനായ അംഗദൻ വാനരന്മാരോടായിട്ട് പറഞ്ഞു. നിങ്ങളേവരും കരുത്തരും ദൃഢവിക്രമരും സൽക്കുല ജാതരും പലവാറ് സമ്മാനിതരും ആകുന്നു. നിങ്ങൾക്ക് യാത്രയിൽ എങ്ങും ഒരു പ്രതിബന്ധവും ഇല്ല. വാനരവീരരെ ആർക്ക് എത്ര ചാടാനാകും എന്ന് പറയുവൻ. ഇതോടുകൂടി 64-ാമത്തെ സർഗം അവസാനിച്ചു. നാളെ 65-ാമത്തെ സർഗത്തിൽ വാനര കാര്യാലോചന. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.